ഇത് ഡയബറ്റിക് മഞ്ച് എന്നുള്ളൊരു കഥയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലറ്റി നഴ്സായി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും രാവിലെ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ അപ്പൂപ്പനെ കണ്ട് ചാറ്റ് കൊടുത്ത് പോകും. തിരിച്ചു വരുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് കയറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാറുണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഞാൻ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. ഇടയ്ക്ക് വൈറ്റൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ 95 വയസ്സുണ്ടായിരുന്നു, പക്ഷേ ആൾ ആരോഗ്യവാനായിരുന്നു. അപ്പം ഒരു ദിവസം അപ്പൂപ്പൻ എനിക്ക് വിളിച്ചു, മോളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, സുഹൈലൊന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ, ഒന്ന് വരാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും വരണം കേട്ടോ എന്ന് എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ അടുത്ത് പറഞ്ഞ സമയത്ത് എനിക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇന്ന ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഓഫീസിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയ സമയത്ത് അപ്പോൾ എനിക്കൊരു മഞ്ചുണ്ട് മുന്നിലോട്ട് നീട്ടി തരണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ മഞ്ച്, അത് എൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് മോള് പറയുന്നത്, മെനു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്, വേണമെന്ന് വാശിയൊക്കെ പിടിച്ചിരുന്നത്. കാരണം അപ്പച്ചൻ ഭയങ്കര ഡയബറ്റിക്കാണ്, മധുരം തൊടാൻ വേണ്ടി പറ്റില്ല. അപ്പം വാശി പിടിച്ചിട്ട് ആർക്കാണെന്നൊന്നും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാശി പിടിച്ച് അവരെ കൊണ്ടൊരു മഞ്ച് വാങ്ങിപ്പിച്ചാണ്. അവർ വിചാരിച്ചത് അപ്പൂപ്പനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ച് ഇപ്പോൾ സമ്മാനം തരാൻ വേറെ എന്തൊക്കെയുണ്ട്, മഞ്ചാണോ എനിക്ക് തന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് അപ്പൂപ്പൻ പറഞ്ഞ മറുപടിയാണ്, ഇന്ന് ഇന്ന് ഞാനാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പാലിയേറ്റീവ് കെയറിൽ ജോലി ചെയ്യുന്നതിനും പാലിയേറ്റീവ് കെയറിൽ വോളണ്ടിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിലും എന്താണെങ്കിലും അപ്പൂപ്പൻ പറഞ്ഞൊരു മറുപടിയാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അപ്പം പറഞ്ഞൊരു കാര്യം, ഞാനിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മധുരം കഴിക്കാനാണ്. കുറച്ച് മധുരം കഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം അതെനിക്ക് മോന് ഗിഫ്റ്റായിട്ട് തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ച് ഗിഫ്റ്റായിട്ട് തന്നെന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഇപ്പം ഞങ്ങളുടെ പേഷ്യൻസിനെ നോക്കുന്ന സമയത്താണെങ്കിൽ കടൽ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട്. ഒന്ന് എണീറ്റ് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും പല മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളാണ്, അവരെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. നമ്മൾ കിട്ടിയ അനുഗ്രഹത്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കിട്ടാത്ത ആളുകൾക്ക് അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. അതിന് പാലിയേറ്റീവ് കെയർ എന്ന വലിയ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഓരോ ഏരിയകളിലും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ്.